KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി സർവീസുകളിൽ മാത്രം. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 15 മുതൽ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുത്തുമെന്നും അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിലെന്നും ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചു. UDF സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ ഒതുങ്ങും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രമായി പദ്ധതി നടപ്പാക്കാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ 100 ദിനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറിയിൽ നടപ്പാക്കും. അതിനുശേഷം മറ്റു ബസ്സുകളിലേക്ക് പദ്ധതി നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിന് കൂടെ. പദ്ധതി നടപ്പിലാക്കുന്നതിലെ KSRTCക്കുള്ള നഷ്ടം നികത്തുന്നത് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറി ചുമതലപ്പെടുത്തി. ആദ്യ 100 ദിനം പദ്ധതി പഠിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കും. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും തുടക്കത്തിലെ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും വരുമാന നഷ്ടത്തിനും കാരണമാകുമെന്ന് KSRTC വിദഗ്ധ സമിതി നേരത്തെ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ആദ്യ 100 ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത്. ഈ കാലയളവിലെ യാത്രാരീതികളും പഠിച്ച ശേഷം രണ്ടാം ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലേക്ക് കൂടി ആനുകൂല്യം വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും. ജനം, തിരുവനന്തപുരം.